എവിടെ കുറവുണ്ടോ, എവിടെ പോരായ്മയുണ്ടോ, എവിടെ താഴ്ചയുണ്ടോ, എവിടെ അപകർഷതാബോധമുണ്ടോ, എവിടെ നിസ്സാരത്വം ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടോ, അവിടെയെല്ലാം ആശ്വാസദായകനായി ഓടിച്ചെല്ലുന്നവനാണ് എൻ്റെ യേശു. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കുറവുള്ളവരാണോ, പോരായ്മകളുള്ളവരാണോ, നിങ്ങൾക്ക് ബലഹീനതകളുണ്ടോ, ജീവിതത്തിൽ വരൾച്ചയുണ്ടോ, കർത്താവ് അവിടെ ഓടി വരും. നിങ്ങൾ സാമ്പത്തികമായും നിങ്ങൾ മറ്റു കുടുംബങ്ങളുടെ നിലവാരമനുസരിച്ച് നിങ്ങൾ ആയില്ല എങ്കിലും നിങ്ങളെ ഒഴിച്ചു കളയാത്തൊരു ദൈവമുണ്ട്, നിങ്ങളെ മാറ്റി നിർത്താത്തൊരു യേശുവുണ്ട്. നിങ്ങളുടെ അടുക്കിലേക്ക് നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളുടെ പോരായ്മയിൽ, നിങ്ങളുടെ ബലഹീനാവസ്ഥയിൽ, നിങ്ങളുടെ ആ കുറഞ്ഞ താഴ്ച അവസ്ഥയിൽ നിങ്ങളോട് കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ദൈവം ഇപ്രകാരം പറയുന്നു, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെ ഇരിക്കുന്നുവെന്ന്. നിങ്ങൾ ഇന്ന് മനസ്താപത്തോടെ കഴിയുകയാണോ? നിങ്ങൾ മനോവിനയത്തോടെ കഴിയുകയാണോ? നിങ്ങൾ ഇന്ന് എളിമയിൽ കഴിയുകയാണോ? നിങ്ങളുടെ നിസ്സാരതയിൽ നിങ്ങൾ ചുരുങ്ങിക്കഴിയുകയാണോ? നിങ്ങളുടെ കുറവുകളും പോരായ്മകളും ലോകപ്രകാരം നിങ്ങൾക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ വരണ്ടു കഴിയുകയാണോ? നിങ്ങളെ മറക്കാത്തൊരു യേശു ഉണ്ടെന്ന് എൻ്റെ അനുഭവത്തോട് ചേർത്ത് ഞാൻ നിങ്ങളോട് പറയാം.